പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഇറാൻ അതിന്റെ അവസാന നിർണായക ഘട്ടത്തിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ആവനായിലെ അവസാന അമ്പെടുത്ത് പോരാടിയാൽ പോലും നിലവിലെ സാഹചര്യത്തിൽ ഈ യുദ്ധമുഖത്ത് പിടിച്ചു നിൽക്കാൻ ഇറാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്തരമൊരു സാഹചര്യം വന്നത്? അതിന്റെ പ്രധാന കാരണം ഇറാന്റെ ആഭ്യന്തരമായിട്ടുള്ള തകർച്ച തന്നെയാണ്. സ്വന്തം രാഷ്ട്രീയ സൈനിക നേതൃത്വങ്ങൾക്ക് പോലും സുരക്ഷ നൽകാൻ കഴിയാത്ത ഒരു രാജ്യത്തിന് എത്തരത്തിലാണ് ഇപ്പോഴത്തെ സാഹചര്യത്തെ അതിജീവിക്കാനാവുക? മാത്രമല്ല, ഇറാന്റെ സഖ്യകക്ഷികൾ എന്ന് പറയപ്പെടുന്നവർ പോലും ഇന്ന് വേണ്ടത്ര ഇതിനോടകം തന്നെ വിശ്വസിക്കാൻ കൊള്ളാത്തവരായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പണ്ട് സദ്ദാം ഹുസൈന്റെ ഭരണകാലത്ത് ഇറാഖ് നേരിട്ട അതേ അന്താരാഷ്ട്ര ഒറ്റപ്പെടലിലേക്കും ആഭ്യന്തര തകർച്ചയിലേക്കുമാണ് ഇറാനും ഇന്ന് നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. ആ യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. ഇറാൻ എന്ന് പറയുമ്പോൾ ലോകത്തിലുള്ള മുസ്ലിങ്ങൾക്ക് അംഗീകരിച്ചു തുടങ്ങിയിട്ട് അടുത്ത കാലത്തെ ആയിട്ടുള്ളൂ. അതിന്റെ പ്രധാന കാരണം പലസ്തീൻ വിഷയത്തിൽ ശക്തമായിട്ടുള്ള ഇടപെടൽ ഇറാൻ നടത്തി എന്നത് തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ ആ സകല സാഹചര്യത്തിൽ നിന്നും ഇതിനോടകം തന്നെ പിന്നോട്ട് പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ പിന്നോട്ട് പോകേണ്ടി വന്നിരിക്കുകയാണ്. അതുകൊണ്ടൊന്നും ഈ ദൗത്യം അവസാനിക്കുമെന്ന് കരുതേണ്ടതില്ല. ഇറാൻ അരങ്ങൊഴിഞ്ഞാൽ മറ്റൊരു ശക്തി ആ ദൗത്യം ഏറ്റെടുത്ത് മുന്നേറും. അതാര്, എപ്പോൾ എന്ന് നമുക്ക് നിലവിൽ പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും അത്തരമൊരു പുതിയ ശക്തി വരികയോ അല്ലെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും ഒരു ശക്തി അത്തരമൊരു ശക്തിയിലേക്ക് വളരുകയോ ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. എന്തായാലും ഇറാനിൽ റെജീം ചേഞ്ച് ആഗ്രഹിച്ച സഖ്യകക്ഷികൾ അത് ഇതിനോടകം തന്നെ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ആ പുതിയ മാറ്റം, ആ പുതിയ റെജീം ചേഞ്ച് എത്തരത്തിലാണ് ഇറാനെ മോൾഡ് ചെയ്യുക എന്നുള്ളതും നമ്മൾ നോക്കിക്കാണേണ്ട ഒരു വിഷയമാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ കടുത്ത പ്രതിസന്ധിയിലാണ്. എത്തരത്തിലാണ് ഈ പ്രതിസന്ധിയെ അവർ ഓവർകം ചെയ്യാൻ പോകുന്നത്? എത്തരത്തിലാണ് അവരുടെ പുതിയ നീക്കങ്ങൾ ആരംഭിക്കാൻ പോകുന്നത്? ലോകം ഉറ്റുനോക്കുകയാണ്. ഇറാഖിന്റെ അതേ അവസ്ഥ ഇറാനും വന്നു ചേരുമോ? ഇറാൻ വെട്ടിമുറിക്കപ്പെടുമോ? പങ്കിട്ടെടുക്കുമോ? അതോ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക ശക്തി ഇതിനോടകം തന്നെ ഈ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാകുമോ? എന്താണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ നിലവിലെ സാഹചര്യത്തിൽ സാധ്യമല്ല. എങ്കിലും വലിയ രീതിയിലുള്ള ഒരു മാറ്റമാണ് ഇറാനിൽ വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനെ അന്നാട്ടിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് ആത്മീയപരമായി ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന ജനങ്ങൾ എത്തരത്തിലാണ് സ്വീകരിക്കപ്പെടുക എന്നുള്ള കാര്യത്തിലും വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു.